തുളസി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. CMRLന് താൽക്കാലിക ആശ്വാസം. വെള്ളിയാഴ്ച വരെ തുടർ നടപടി എടുക്കരുതെന്ന് ഇഡിക്ക് നിർദ്ദേശം നൽകി ഹൈക്കോടതി. CMRL എക്സോളജിക് മാസപ്പടി കേസിൽ ഇഡി അന്വേഷണത്തിന് അടിയന്തര സ്റ്റേ ഇല്ല. തൽസ്ഥിതി തുടരണമെന്നും അപ്പീലിൽ വെള്ളിയാഴ്ച വിധി വരുന്നതുവരെ തുടർ നടപടികൾ പാടില്ല എന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് CMRLന് താൽക്കാലിക ആശ്വാസമാകുന്നുണ്ട്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്ത് വാദം കേൾക്കണമെന്ന CMRLന്റെ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. നിരപരാധിത്വം തെളിയിക്കുവാൻ അന്വേഷണം പൂർത്തിയാക്കുവാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന് കോടതി ചോദിച്ചു. കേസ് അന്വേഷിക്കുവാൻ ഇഡിക്ക് അധികാരമില്ലെന്ന വാദം CMRL ആവർത്തിച്ചു. വാദം ഇന്ന് തന്നെ പൂർത്തിയാക്കാമെന്ന് കോടതി നിലപാടെടുത്തു. കേസിൽ ഇഡിയുടെ വാദം പുരോഗമിക്കുകയാണ്. വധൂവരന്മാർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു. മലയാളിയായ വരനും പൈലറ്റും മരിച്ചു. സംഭവം അമേരിക്കയിൽ വിവാഹ ദിനത്തിൽ ഹെലികോപ്റ്റർ തകർന്ന് മലയാളിയായ വരനും പൈലറ്റും മരിച്ചു. അപകടത്തിൽ പരിക്കേറ്റ വധുവിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. അമേരിക്കയിലെ ജോർജിയയിലാണ് അപകടം നടന്നത്. അറ്റ്ലാന്റയിൽ താമസിച്ചു വരുന്ന ഫേബ ദമ്പതികളുടെ മകനായ ഡേവ് ഫിജിയും പൈലറ്റുമാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഡേവിന്റെയും ജെസിന്റെയും വിവാഹം നിശ്ചയിച്ചിരുന്നത്. ഡെൽറ്റ എയർലൈൻസിലെ പൈലറ്റ് കൂടിയാണ് മരിച്ച ഡേവ്. ജസ്നയുടെ നില ഗുരുതരമായി തുടരുകയാണ്. അമ്മ ക്ഷീരകർഷകയായിരുന്നു. ഞാൻ പശുവിനെ കുളിപ്പിച്ചിട്ടുണ്ട്, പുല്ലുവെട്ടിയിട്ടുണ്ട്. പാൽ വില വർധനവിനെ എതിർക്കില്ലെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി VD സതീശൻ. അമ്മ ക്ഷീരകർഷകയായിരുന്നു. ഞാൻ പശുവിനെ കുളിപ്പിച്ചിട്ടുണ്ട്, പുല്ലുവെട്ടിയിട്ടുമുണ്ട്. ഞാൻ നിയമസഭയിൽ അറിയപ്പെട്ടിരുന്നത് ക്ഷീരകർഷകരുടെ വക്താവായി. തൊഴിലുറപ്പുകാർ പുല്ല് ചെത്തുമ്പോൾ ദേഷ്യം വരുമായിരുന്നു. പുല്ല് പശുവിനുള്ളതാണ് എന്നാണ് ധാരണ. പാലിന്റെ വില കൂട്ടുമ്പോൾ ഞങ്ങൾ പ്രതിഷേധിക്കാറില്ല. ഇപ്പൊ കൂട്ടിയതും ഞങ്ങളുടെ തലയിൽ. സത്യത്തിൽ ഈ വകുപ്പിൽ എനിക്ക് നോട്ടമുണ്ടായിരുന്നു. ബിന്ദുവായതുകൊണ്ടാണ് കൊടുത്തത്. 1 കോടി ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കണം. എല്ലാ മാസവും ഞാൻ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അൻസിബ നൽകിയ പരാതി. ലക്ഷ്മിപ്രിയ മൊഴി നൽകി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ, ഹിൽ പാലസ് SI രേഷ്മ എന്നിവർക്ക് എതിരെ അൻസിബ നൽകിയ പരാതിയിൽ ലക്ഷ്മിപ്രിയ മൊഴി നൽകി. നടി ലക്ഷ്മിപ്രിയ, SI രേഷ്മ എന്നിവർ തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് അൻസിബയുടെ പരാതി. സ്റ്റേഷനിൽ 3 മണിക്കൂർ പിടിച്ചിരുത്തി എന്ന അൻസിബയുടെ പ്രസ്താവന ശരിയല്ലെന്നും തന്റെ കയ്യിൽ തെളിവുണ്ടെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു. തമിഴ്നാട്ടിൽ വീണ്ടും ട്വിസ്റ്റ്. അണ്ണാമലൈ BJP വിടുന്നു. രജനീകാന്തുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. പുതിയ പാർട്ടി പ്രഖ്യാപിക്കുവാൻ സാധ്യത. BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ അണ്ണാമലൈ പാർട്ടി വിട്ടേക്കുമെന്ന് സൂചന. പുതിയ പാർട്ടി പ്രഖ്യാപിക്കുവാനാണ് നീക്കം നടക്കുന്നത് എന്നാണ് വിവരം. ഇതിന്റെ ഭാഗമായി തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്തുമായി അണ്ണാമലൈ കൂടിക്കാഴ്ച നടത്തിയേക്കും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലം മുതൽ BJP നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു അണ്ണാമലൈ. തമിഴ്നാട്ടിലെ BJPയുടെ മുഖമായി മാറിയ നേതാവാണ് അണ്ണാമലൈ. ഇദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരിക്കെ 14.24% തമിഴ്നാട്ടിലെ BJP വോട്ടുകൾ ഈ തിരഞ്ഞെടുപ്പിൽ 2% കുറഞ്ഞിരുന്നു. അണ്ണാമലൈ BJPയിൽ നിന്നും അകന്നത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായെന്ന് വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് സൂചന നൽകിയ രജനീകാന്തുമായി അണ്ണാമലൈ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് അതീവ നിർണായകവുമാണ്. ഈ ആഴ്ച അണ്ണാമലൈ ഡൽഹിയിലേക്ക് പോകുമെന്നും ഉന്നത BJP നേതാക്കളുമായി രാജിയെക്കുറിച്ചുൾപ്പെടെ സംസാരിക്കുമെന്നും വിവരമുണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തുളസീധരനെ തനിച്ചാക്കി രക്തമ്മ പോയി. അച്ചാമാസ് ചാനലിലെ റീൽസിലൂടെ താരമായ അമ്മ അന്തരിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ അച്ചാമാസ് ദമ്പതികളിലെ രത്നമ്മ അന്തരിച്ചു. കൊല്ലം പുനലൂർ കലയനാട് സ്വദേശിനിയാണ്. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. പ്രായത്തെ വെല്ലുന്ന റീൽസുകളിലൂടെയാണ് തുളസീധരനും രത്നമ്മയും ശ്രദ്ധ നേടിയത്. മേക്ക് ഓവർ വീഡിയോകളിലൂടെയും റൊമാൻറ്റിക് വീഡിയോകളിലൂടെയും തുളസീധരനും രത്നമ്മയും ഇന്ത്യയിലാകെയുള്ള സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്ക് പ്രിയപ്പെട്ടവരായി മാറിയിരുന്നു. പേരക്കുട്ടികളായ അമൽ രാജ്, അഖിൽ രാജ് എന്നിവർ ചേർന്നാണ് പ്രൊഫൈൽ മാനേജ് ചെയ്തിരുന്നത്. രത്നമ്മയുടെ സംസ്കാരം രാവിലെ 11:30 പുനലൂർ കലയനാട് വീട്ടുവളപ്പിൽ നടക്കും. ദേശീയതല പഞ്ചഗുസ്തി മത്സരത്തിൽ ആരോൺ എഡിന് സ്വർണ്ണ മെഡൽ. ഗുജറാത്തിലെ രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയിൽ നടന്ന 4ാമത് ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 60 കിലോ വിഭാഗത്തിൽ സബ് ജൂനിയർ ആരോൺ എഡിൻ സ്വർണ്ണ മെഡൽ നേടി.
സുൽത്താൻ ബത്തേരി ടൗൺ ഹാളിൽ നടന്ന 48ാമത് കേരള സംസ്ഥാനതല പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 60 കിലോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് വിഭാഗത്തിൽ ഇരട്ട ഗോൾഡ് മെഡൽ നേടിയിരുന്നു. ജില്ലാ തലത്തിൽ നടന്ന പഞ്ചഗുസ്തി മത്സരത്തിലും ആരോൺ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. ICSC സംസ്ഥാനതല സ്കൂൾ മീറ്റിൽ ഷോട്ട്പുട്ടിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.